അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന KNM-ൻ്റെയും ISM-ൻ്റെയും MGM-ൻ്റെയും നേതാക്കളെ, പ്രവർത്തകരെ, എൻ്റെ ശബ്ദം വിദൂര സ്ഥലങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ വ്യക്തിത്വങ്ങളെ, KNM എറണാകുളം ജില്ല തൗഹീദ് മോക്ഷത്തിൻ്റെ വഴി എന്ന ക്യാമ്പയിനോടനുബന്ധിച്ചുകൊണ്ട് നടത്തുന്ന ഒരു തുറന്ന സംവാദത്തിലാണ് നാം ഓരോരുത്തരും സന്നിഹിതരായിരിക്കുന്നത്. ഒരുപാട് മുൻവിധികളും ഒരുപാട് തെറ്റിദ്ധാരണകളും വിദ്വേഷത്തിൻ്റെയും പകയുടെയും പരസ്പരമായിക്കൊണ്ടുള്ള അനൈക്യത്തിൻ്റെയും ഒക്കെ വിത്തുകൾ നിരന്തരം സോഷ്യൽ മീഡിയകളിലും ഇന്ന് നടക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളിൽ നിരന്തരം വിതറപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇത്തരം തുറന്ന സംവാദങ്ങൾക്ക് നിത്യപ്രസക്തിയുണ്ട് എന്ന് നമ്മൾക്കെല്ലാം അറിയുന്നതാണ്. പരസ്പരമുള്ള തെറ്റിദ്ധാരണകളെ അകറ്റി മുൻധാരണകളെ മാറ്റി നിർത്തി വിഷയങ്ങളെ പഠിക്കാനും മറ്റാശയങ്ങൾ അറിയാനുമുള്ള അവസരങ്ങളാണ് ഇത്തരത്തിലുള്ള തുറന്ന സംവാദങ്ങൾ. ഇസ്ലാമോഫോബിക്കായിട്ടുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും നിരന്തരമായിക്കൊണ്ട് തെറ്റിദ്ധാരണകളും അതുപോലെ തന്നെ മുൻവിധികളും സൃഷ്ടിക്കപ്പെടുന്ന സാമൂഹ്യ സാഹചര്യത്തിൽ നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ ധാരണകളെ ശരിയാക്കുന്നതിനും വേണ്ടിയുള്ള അവസരമാണ് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഇന്നത്തെ ഈ വിഷയത്തിന്റെ തുറന്ന സംവാദത്തിന്റെ ചർച്ച എന്നുള്ളത് മതം എന്തിനു മനുഷ്യനെ എന്നുള്ളതാണ്. തീർച്ചയായും വളരെ ഗൗരവപ്രധാനമായ ഒരു ചോദ്യമാണത്. മതം എന്തിനാണ് മനുഷ്യന്? മതത്തെക്കുറിച്ച് മനുഷ്യർക്കിടയിൽ അകൽച്ചയുണ്ടാക്കുന്ന, മനുഷ്യർക്കിടയിൽ അനൈക്യം സൃഷ്ടിക്കുന്ന, മനുഷ്യന്റെ പുരോഗതിക്ക് വിഘാതം സൃഷ്ടിക്കുന്ന ഒന്നായിക്കൊണ്ട് മതത്തെ അവതരിപ്പിക്കാനും അത്തരത്തിൽ മത ആശയങ്ങളെ വികൃതവൽക്കരിക്കാനും പൈശാചികവൽക്കരിക്കാനുമുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മതം എന്തിന് മനുഷ്യനെ എന്ന വിഷയത്തെ നാം ചർച്ച ചെയ്യുന്നത്. ഈ ചോദ്യത്തിന് നാം ഉത്തരം തേടുമ്പോൾ സ്വാഭാവികമായും അവിടെ ഉയർന്നു വരേണ്ട ഒരു ചോദ്യമുണ്ട്. മതം നിർവഹിക്കുന്ന ദൗത്യം എന്നുള്ളത്, മതം പൂർത്തീകരിക്കുന്ന ലക്ഷ്യം എന്നുള്ളത്, അത് മാനവകുലത്തിന് ഒരു മനുഷ്യന് ആവശ്യമുള്ളതാണോ? തീർച്ചയായും സാങ്കേതിക വിദ്യയുടെ അതുപോലെ തന്നെ ശാസ്ത്രത്തിന്റെ കുതിച്ചുചാട്ടം ദിനേന സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോകുന്ന ആധുനിക മനുഷ്യൻ, ഈ ആധുനിക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതം എന്ന ഏർപ്പാട്, മതം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ, മതം നിർവഹിക്കുന്ന ദൗത്യവും ലക്ഷ്യങ്ങളും അവനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാണോ, അല്ല അനാവശ്യമായി കൊണ്ടുള്ള ഒരു ചിന്തയും ചർച്ചയുമാണോ എന്നുള്ളതാണ് മതം എന്തിനു മനുഷ്യനെ എന്ന കാര്യത്തെക്കുറിച്ച്, ചോദ്യത്തെക്കുറിച്ച്, ആ ചോദ്യത്വവുമായി കൊണ്ട് നമ്മൾ സംവദിക്കുമ്പോൾ ഒന്നാമതായി കൊണ്ട് ഉയർത്തേണ്ടത്. അത് ആവശ്യമാണ്. മനുഷ്യൻ എത്ര വലിയ ഉത്തുംഗതയിലേക്ക്, മനുഷ്യൻ എത്ര സാങ്കേതിക വിദ്യയുടെ ഉയർച്ചയിലേക്ക് കടന്നു ചെന്നാലും അവനെ സംബന്ധിച്ചിടത്തോളം മതം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങളും മതം പൂർത്തിയാക്കുന്ന ദൗത്യങ്ങളും എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത, അവന്റെ ജീവിതത്തെ ജ്വലിപ്പിക്കുകയും പ്രസക്തമാക്കുകയും ചെയ്യുന്ന ആശയങ്ങളും ചർച്ചകളുമാണ് അത് മുന്നോട്ട് വെക്കുന്നത് എന്ന ഉത്തരമാണ് നമ്മൾക്ക് ലഭിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അവിടെ വീണ്ടും ഒരു ചോദ്യം അതിനോട് ചേർത്ത് നമ്മൾക്ക് ചോദിക്കേണ്ടി വരുന്നു. മതം നിർവഹിക്കുന്ന ദൗത്യങ്ങളെയും ലക്ഷ്യങ്ങളെയും മറ്റേതെങ്കിലും ഏജൻസികൾക്ക് ഇന്ന് മതം തിന്മയാണ്, മതം പ്രശ്നമാണ്, മതം വേണ്ടാത്തതാണ്, മതം സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന് നിരന്തരം സോഷ്യൽ മീഡിയകളിലൂടെ ആക്രോശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ മതം നിർവഹിക്കുന്ന ദൗത്യത്തെയും ലക്ഷ്യത്തെയും പൂർത്തീകരിക്കാവുന്ന മറ്റു വല്ല സംവിധാനങ്ങളും അതിനേറ്റെടുക്കാവുന്ന വല്ല ഏജൻസികളും അവരുടെ കയ്യിൽ പരിഹാരങ്ങളായിട്ടുണ്ടോ എന്നുള്ളതും നമ്മുടെ മുമ്പിൽ ചോദ്യമായി കൊണ്ട് ഉയർന്നു വരേണ്ടതുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ അപഗ്രഥിക്കുകയും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയും ചെയ്യുമ്പോഴാണ് തീർച്ചയായും മതം എന്തിനു മനുഷ്യനെ എന്ന ഗൗരവപ്രധാനമായ വിഷയത്തെ നമ്മൾക്ക് പൂർണ്ണമായി കൊണ്ടും ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും സംതൃപ്തിയുള്ള, സമാധാനമുള്ള ഒരു മനുഷ്യ ജീവിതത്തിന്, ഒരു സാമൂഹ്യ ജീവിതത്തിന് ഒരു പൊതുധാർമ്മികത ആവശ്യമാണ് എന്ന കാര്യത്തിൽ മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. എങ്കിൽ മതം എന്തിനു മനുഷ്യനെ എന്ന ചോദ്യത്തിനുള്ള ഒന്നാമത്തെ ഉത്തരം, ആ പൊതുധാർമ്മികത രൂപപ്പെടണമെങ്കിൽ ധാർമ്മികതയുടെ സ്രോതസ്സായി കൊണ്ട് വർത്തിക്കുന്നത് മതങ്ങളാണ്. സമൂഹത്തിന് ധാർമ്മികതയെ സമ്മാനിക്കുന്നത് മതങ്ങളാണ്. അതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾക്കുണ്ടാകേണ്ടതില്ല. ഇന്ന് നമ്മൾ കാണുന്ന മതത്തിന്റെ ഈ ധാർമ്മികതയുടെ രൂപീകരണം എന്ന് പറയുന്നത് രണ്ട് രൂപത്തിലാണ്.
ഒന്ന് മതം നേർക്കുനേരെ മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിൽ ഉണ്ടാക്കുന്ന ചലനങ്ങളാണ്. ഒന്നാമതായിക്കൊണ്ട് അതിനുദാഹരണമായിക്കൊണ്ട് നമ്മൾക്ക് എടുക്കാവുന്നത് ഇസ്ലാമിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറേബ്യയിലേക്ക് അദ്ദേഹം കടന്നു വരുന്ന കാലഘട്ടത്തിൽ വ്യഭിചാരത്തിലും മദ്യത്തിലും മുഴുകിയിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. അവർക്കിടയിലെ കവികളെ പരിശോധിക്കുമ്പോൾ മദ്യമില്ലാതെ അവർക്ക് മുന്നോട്ടു പോകാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടായിരുന്നില്ല. മദ്യത്തോടും അതുപോലെ തന്നെ അധാർമികതകളോടും ഇത്തരത്തിലുള്ള അസന്മാർഗികമായി കൊണ്ടുള്ള മാർഗങ്ങളോടും അങ്ങേയറ്റം ജീവിതത്തോട് ചേർത്ത് വെച്ചിരുന്ന ആ സമൂഹത്തോട് ദൈവിക വചനങ്ങൾ ഓതിക്കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമൂഹത്തെ സമുദ്ധരിക്കുന്നു. ആ സമൂഹത്തോട് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ എന്നുള്ളത് തിന്മകളാണെന്ന് പഠിപ്പിച്ച് ആ തിന്മകളോട് അകലം പാലിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ആ ദൈവിക വചനങ്ങളുടെ പ്രേരണ കൊണ്ട് പ്രചോദനം കൊണ്ട് ആ തിന്മകളിൽ നിന്ന് അവർ മാറി നിൽക്കുകയും ചെയ്യുന്നു. ഇത് മതം നേർക്കുനേരെ ഒരു മനുഷ്യന്റെ ധാർമ്മിക ബോധത്തിൽ സ്വാധീനം ചെലുത്തുന്ന രൂപമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് മതങ്ങളെല്ലാം സംഗമിക്കുന്ന സ്ഥലങ്ങളിൽ മതങ്ങളുടെ ആശയ കൈമാറ്റങ്ങളിലൂടെ രൂപപ്പെടുന്ന പൊതുവായിട്ടുള്ള ധാർമ്മിക ഒരു സദാചാരം അവർക്കിടയിൽ പൊതുവായിക്കൊണ്ട് രൂപപ്പെടുന്നു. തീർച്ചയായും അതൊരു കോമൺ ഗ്രൗണ്ടിലാണ് രൂപപ്പെടുന്നത്. സ്വാഭാവികമായും അത്തരം മൂല്യങ്ങൾക്കും മാനുഷികമായി കൊണ്ടുള്ള ചിന്തകൾക്കും അതിൻ്റെ എല്ലാം സ്രോതസ്സും അതിൻ്റെ എല്ലാം പ്രചോദനവും മതമാണെങ്കിലും അത് മതത്തിന്റെ ലേബലിലായിരിക്കില്ല അറിയപ്പെടുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്നിവിടെ നമ്മൾ ആഘോഷിക്കുന്ന, നമ്മൾ വലിയ രൂപത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മാനവികമായ മൂല്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ധാർമ്മികമായ ആശയങ്ങളുടെയും അടിത്തറയും അതിന്റെ പ്രചോദനവും സ്വീകരിച്ചിരിക്കുന്നത് മതത്തിൽ നിന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾക്കുണ്ടാകേണ്ടതില്ല. അതിന് മതത്തിന്റെ ലേബലില്ല എന്നുള്ളത് കൊണ്ട് അത് മതത്തിൻ്റെതല്ലാതായി മാറുന്നില്ല. ഇന്ന് മതം ആവശ്യമില്ല എന്ന് പറഞ്ഞു കടന്നു വരുന്നവർ ഉത്തരം നൽകേണ്ടത് ഇത്ര മാത്രമാണ്. ധാർമ്മികതയ്ക്ക് അടിത്തറയായിക്കൊണ്ട് ശാസ്ത്രത്തിന്റെയും, നമ്മൾക്കറിയാം ന്യൂ എത്തീസം എന്ന് പറയുന്ന പ്രതിഭാസം 2001 സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തോടനുബന്ധിച്ച് മതത്തോടുണ്ടായിത്തീർന്ന ഒരു നിഷേധ മനോഭാവം, അതിനെ മുതലെടുത്തുകൊണ്ട് ലോകത്തുണ്ടായിത്തീർന്ന നിരീശ്വരവാദത്തിന്റെ പുതിയ തരംഗം, ന്യൂ എത്തീസം എന്നറിയപ്പെടുന്ന ഈ നവനാസ്തികതയുടെ അടിത്തറ എന്നുള്ളത് സയന്റിസവും അതുപോലെ തന്നെ മതനിഷേധവുമാണ്. സയൻസ് എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഉത്തരമാണ് എന്ന് പറയുന്ന മതം ഈ ആധുനിക കാലഘട്ടത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം നൽകേണ്ട ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത് ധാർമ്മികതയുടെ അടിത്തറയായി വർത്തിക്കാൻ ഇന്നീ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന, ചേർത്തുവെച്ചുകൊണ്ടിരിക്കുന്ന മാനുഷിക മൂല്യങ്ങളെ നിങ്ങൾക്ക് ശാസ്ത്രത്തിന്റെയും മനനത്തിന്റെയും നിങ്ങളുടെ യുക്തിചിന്തയുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾക്ക് ചോദിക്കേണ്ടി വരുന്നത്. അതിലേക്ക് ഞാൻ വിശദമായി വരാം. അതിനു മുമ്പായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതം എന്തിനു നിലനിൽക്കണം, മതം എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ധാർമ്മികതയുടെ നിലനിൽപ്പിന് ധാർമ്മികതയുടെ അടിത്തറ എന്നുള്ളത് മതങ്ങളാണ്. സ്രോതസ് എന്ന് പറയുന്നത് മതങ്ങളാണ്. അത് നിലനിൽക്കുന്നതിനനുസരിച്ചാണ് ഒരു സമൂഹത്തിൽ ധാർമ്മികതയുടെ നിലനിൽപ്പുണ്ടാകുക. മതത്തിന്റെ പ്രബലതയും പ്രസക്തിയും കുറയും തോറും ആ സമൂഹം കൂടുതൽ അരാജകത്വത്തിലേക്കും അധാർമികതയിലേക്കും കടന്നുപോകുമെന്നുള്ളത് നമ്മൾ കേവലം ഒരു വാക്കുകൊണ്ട് പറയുന്നതല്ല, മറിച്ച് ഒരുപാട് ഡാറ്റകളും ഒരുപാട് പഠനങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ലഭ്യമാണ്. ഇന്ന് മതമില്ലാത്തത് കൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഒരു ഘട്ടത്തിൽ മുന്നിലേക്ക് കടന്നു വന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ, ആ രാജ്യങ്ങളെ ചൂണ്ടിക്കൊണ്ട് അവർ ഉന്നതമായി കൊണ്ടുള്ള ധാർമ്മിക നിലവാരം പുലർത്തുന്നുണ്ട്, അവർ വലിയ സന്തോഷത്തിലും ആനന്ദത്തിലൂടെയുമാണ് കടന്നു പോകുന്നത് എന്ന് പറയുന്നവരുണ്ട്. തീർച്ചയായും അത്തരക്കാരുടെ മുമ്പിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഉന്നതമായി കൊണ്ടുള്ള ധാർമ്മിക നിലവാരത്തിന്റെ മാതൃകകളായിക്കൊണ്ട് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉയർത്തിക്കാണിക്കുന്നു. അതിനുള്ള കാരണം മതമില്ലാത്തത് കൊണ്ടാണ്. അവിടെ ഏറ്റവും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും സംഭവങ്ങളെ രാജ്യങ്ങളായിക്കൊണ്ട് അവ മാറുന്നത് മതമില്ലാത്തത് കൊണ്ടാണ്. മതമില്ലാത്തത് കൊണ്ട് തന്നെ ഉന്നതമായി കൊണ്ടുള്ള ധാർമ്മിക നിലവാരം പുലർത്താൻ അവ രാജ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ചൈനയെ പോലുള്ള, ജപ്പാനെ പോലുള്ള നിരീശ്വരവാദികളാണെന്ന് അവകാശപ്പെടുന്നവർ ഒരുപാട് ഉള്ള ഇത്തരം രാജ്യങ്ങളുടെ ഡാറ്റകളും അത്തരം രാജ്യങ്ങളുമൊന്നും ഇത്തരം മാതൃകകളായിക്കൊണ്ട് ഉയർത്തിക്കാണിക്കാൻ മതം ആവശ്യമില്ല എന്ന് പറയുന്നവർ തയ്യാറാകുന്നില്ല എന്നതിന്റെ ഉത്തരം നമ്മൾക്ക് ഇവിടെ തന്നെ കാണാവുന്നതാണ്. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെ തന്നെ നമ്മൾ പരിശോധിക്കുക. സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉന്നതമായി കൊണ്ടുള്ള ധാർമ്മിക നിലവാരം പുലർത്തുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ നടക്കുന്ന അധാർമിക പ്രവർത്തികളെ കുറിച്ചുള്ള ഡാറ്റകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ജാരവൃത്തിയിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യ 10 തന്നെ ഫിൻലൻഡിനെ പോലുള്ള സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ സ്വീഡൻ എന്ന് പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യം, ഈ സ്വീഡനിലാണ് ഇന്ന് ഈ പറയുന്ന ചൈൽഡ് പോണോഗ്രഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ്സുകളിൽ ഒന്നായിക്കൊണ്ട്
മാറുന്നത്. അവിടെയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള ഫിലിം പ്രൊഡക്ഷനും അതുപോലെ തന്നെ ബാല അശ്ലീല സാഹിത്യങ്ങളും ഇതിൻ്റെയൊക്കെ രേഖകളും കണക്കുകളും പരിശോധിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. അത്രമാത്രം ഇത്തരത്തിലുള്ള മൂല്യച്യുതികൾ അവർക്കിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്വീഡിഷ് പാർട്ടി, അവർ സ്വീഡന്റെ ലിബറൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി, ആ പാർട്ടിയുടെ യൂത്ത് വിങ്ങിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ മൃഗരതിയും ശവരതിയും നിയമവിധേയമാക്കണം എന്നുള്ളതാണ്. തീർച്ചയായും സ്വീഡനെ സംബന്ധിച്ചിടത്തോളം മൃഗരതി എന്നുള്ളത് അവർക്കിടയിൽ വളരെ വ്യാപകമായി കൊണ്ട് സംഭവിക്കുന്നു എന്ന് എത്രയോ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന ഒരു പഠനത്തിൽ സൂചിപ്പിക്കുന്നത് 200-നും 300-നും ഇടക്ക് അത്രയധികം മൃഗങ്ങൾ ഈ മനുഷ്യന്റെ ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾക്ക്, പീഡനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും കൂടുതൽ കുതിരകളാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഉന്നത നിലവാരം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് കാണിക്കുന്ന രാജ്യങ്ങളുടെ പാഠങ്ങൾ, അവയെക്കുറിച്ചുള്ള പഠനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. ഇത് മാത്രമല്ല, മദ്യവും ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ കൂടി അതിനോട് ചേർത്ത് വെക്കുമ്പോൾ എത്രമാത്രം മൂല്യച്യുതിയിലേക്കും ആത്മീയ ദാരിദ്ര്യത്തിലേക്കുമാണ് ഈ രാജ്യങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് മതത്തിന്റെ പ്രബലതയനുസരിച്ചുകൊണ്ടാണ് ഒരു സമൂഹത്തിന്റെ ധാർമ്മിക നിലവാരം നിലനിൽക്കുക എന്നുള്ളത്. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മതം ആവശ്യമില്ല, മതമാണ് മുഴുവൻ തിന്മയുടെയും അടിസ്ഥാനം എന്ന് പറയുന്ന റിച്ചാർഡ് ഡോക്കിൻസും സാം ഹാരിസിനെ പോലുമുള്ള നവനാസ്തികതയുടെ ആചാര്യന്മാർ, ഈ ആചാര്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൃഗരതി, ഇൻസെസ്റ്റ് എന്ന് പറയുന്നത്, അഗമ്യഗമനം എന്ന് പറയുന്നത്, ഇവിടെയുള്ള നിരീശ്വരവാദികളെല്ലാം അത് ചെയ്യുന്നവരാണെന്ന് പറയാനല്ല, അതിനെ അനുകൂലിക്കുന്നവരാണെന്ന് പറയാനല്ല, പക്ഷേ മതത്തിന്റെ പ്രബലതയനുസരിച്ചാണ് ഒരു സമൂഹത്തിന്റെ ധാർമ്മിക നിലവാരം നിലനിൽക്കുക എന്ന് ഓർമ്മപ്പെടുത്താനാണ്. റിച്ചാർഡ് ഡോക്കിൻസിനെയും സാം ഹാരിസിനെ പോലുമുള്ള ന്യൂ എയ്ത്തിസ്റ്റുകൾ പറയുന്നത് ഈ ഇൻസെസ്റ്റ് എന്ന് പറയുന്നത് ഈ അടുത്ത ബന്ധുക്കൾ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അമ്മയും മകനും തമ്മിൽ, അതുപോലെ തന്നെ അച്ഛനും മകളും തമ്മിൽ, സഹോദരനും സഹോദരിയും തമ്മിൽ, ഇങ്ങനെ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ലൈംഗിക ബന്ധം അതൊരു ലൈംഗിക ആവിഷ്കാരത്തിന്റെ ഭാഗം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മനുഷ്യരും മ്ലേച്ഛതയാണ്, മഹാവൃത്തികേടാണെന്ന് ഒറ്റവാക്കിൽ പറയുന്ന ആ തിന്മയെ നോക്കിപ്പോലും അവരെ സംബന്ധിച്ചിടത്തോളം പറയാൻ സാധിക്കുന്നത് അത് ലൈംഗികാവിഷ്കാരത്തിന്റെ മറ്റൊരു ഭാഗം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം തിന്മകളെ പോലും വെള്ളപൂശുന്നതായി കൊണ്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതേസമയം ഇവിടെ ഇന്ന് കുറച്ചു മുമ്പ് കേരളത്തിൽ നടന്ന ഒരു യുക്തിവാദി സമ്മേളനത്തിൽ ഒരു മനുഷ്യൻ, മനുപ്രസാദ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സംസാരത്തിനിടയിൽ ഇത് പറയുകയും നമ്മൾ ഇതിനൊന്നും പ്രശ്നമാക്കേണ്ടതില്ല, അഗമ്യഗമനം, ഇൻസെസ്റ്റിനെയൊക്കെ ലൈംഗിക സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി കൊണ്ട് കൂട്ടുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞപ്പോൾ നിരീശ്വരവാദികളിൽ തന്നെ മഹാഭൂരിപക്ഷം അതിനെ എതിർക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. എന്തുകൊണ്ട് സംഭവിച്ചു? ഈ നിരീശ്വരവാദത്തെ പിന്തുടരുന്ന ഇത്തരം പശ്ചാത്തലങ്ങളിലുള്ള മതവിശ്വാസത്തിന്റെ മതപ്രബലതയില്ലാത്ത സമൂഹങ്ങൾ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചിന്തകൾ, ഇത്തരത്തിലുള്ള തിന്മകളെ വെള്ളപൂശുന്ന തരത്തിലേക്ക് അവരുടെ തത്വശാസ്ത്രം വളരുക എന്നുള്ളത് സ്വാഭാവികമാണ്. മത സമൂഹങ്ങളുടെ സംഗമമായിട്ടുള്ള നമ്മുടെ കേരളത്തെ പോലുള്ള സമൂഹങ്ങൾ, ആ സമൂഹത്തിൽ മതങ്ങളുടെ ധാർമ്മിക പാഠങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട്, പ്രബലതയുണ്ട്. സ്വാഭാവികമായും അവിടെ വളർന്നു വന്ന ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മ്ലേച്ഛതകളെ കുറിച്ച് കേൾക്കുമ്പോൾ ലജ്ജയും നാണവും തോന്നുകയും അത് തെറ്റാണ്, അത് പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്ന രൂപത്തിലേക്ക് കടന്നു പോവുകയും ചെയ്യുമെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതുമാത്രമല്ല, റിച്ചാർഡ് ഡോക്കിൻസും സാം ഹാരിസിനെയും നിരന്തരമായി കൊണ്ട് ഉദ്ധരിക്കുന്നത് മതം ലോകത്തിന് ആവശ്യമില്ല, ആധുനിക മനുഷ്യൻ അതിനെക്കുറിച്ച് ഒരു തരത്തിലുള്ള വേവലാതിയും ഉണ്ടാകേണ്ടതില്ല, അത് സമൂഹത്തിൽ നിന്ന് ഡിലീറ്റ് ചെയ്യേണ്ട സോഫ്റ്റ്വെയർ ആണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, മതത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന നിരീശ്വരവാദ ചിന്തകർക്ക് ഒരിക്കലും ധാർമ്മികതയ്ക്ക് ഒരു അടിത്തറ കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധ്യമല്ല എന്നുള്ളതാണ്. ശാസ്ത്രത്തിന്റെ യുക്തിയുടെ ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ് അഗമ്യഗമനവും മൃഗരതിയും ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ കേൾക്കുന്ന എല്ലാവരും തിന്മയാണ് എന്ന് ഒരു രണ്ടാമതൊന്നും ചിന്തിക്കാതെ പറയുന്ന ഈ തിന്മകളെ പോലും വെള്ളപൂശുന്ന തത്വശാസ്ത്ര അടിത്തറകളാണ് അവരുടെ ധാർമ്മിക ചിന്തകൾക്കുണ്ടായിത്തീരുന്നത് എന്ന് ഓർമ്മപ്പെടുത്താനാണ്. തീർച്ചയായും മതങ്ങളാണ് ധാർമ്മികതയുടെ സ്രോതസ് എന്ന് പറയുന്നത്, ദൈവവിശ്വാസമാണ് ധാർമ്മികതയുടെ സ്രോതസ് എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ധാർമ്മികതയുടെ അടിത്തറയും നന്മതിന്മകളെ എങ്ങനെ വ്യവച്ഛേദിക്കുമെന്ന കാര്യത്തെക്കുറിച്ചുള്ള ചിന്ത കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയായും യൂട്ടിലിറ്ററിസം, കോൺസിക്വൻഷ്യലിസം, അതുപോലെ തന്നെ ഹാം പ്രിൻസിപ്പൽ, ധർമാധർമ്മങ്ങളെ വിവേചിക്കുന്നതിനു വേണ്ടി പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളെ മുന്നോട്ട് വെക്കാൻ ഇത്തരത്തിലുള്ള ചിന്തകന്മാർ
പണ്ഡിതന്മാർ തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ തിന്മയാണ് മഹാമ്ലേച്ഛതയാണെന്ന് പറയുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകളെപ്പോലും ന്യായീകരിക്കാവുന്ന സിദ്ധാന്തങ്ങളെയാണ് അവർക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അത്തരം ചർച്ചകളിലേക്ക് കടക്കുകയല്ല. പക്ഷേ ഇന്ന് നമ്മൾ കൊട്ടിഘോഷിക്കുന്ന, ഇന്ന് മതത്തിനെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാനവിക മൂല്യങ്ങൾ, ആ മൂല്യങ്ങളുടെ പോലും അടിത്തറ എന്താണ്? മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന സമത്വത്തിന്റെ മാനവിക സിദ്ധാന്തമാണ് തീർച്ചയായും ഈ പറയുന്ന മുഴുവൻ സിദ്ധാന്തങ്ങളുടെയും ആശയങ്ങളുടെയും അടിത്തറ എന്നുള്ളത്. എങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ ബുദ്ധിയുടെ ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ് മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന ഒരു തീർപ്പിലേക്ക് മനുഷ്യൻ എത്താൻ സാധിക്കുന്നത്? ഒരിക്കലും സാധ്യമല്ല. ശാസ്ത്രവും ബുദ്ധിയും ഉപയോഗിച്ച് എങ്ങനെ ചിന്തിച്ചാലും മനുഷ്യർക്കിടയിലുള്ള വ്യത്യാസങ്ങളാണ് നമ്മൾക്ക് ബോധ്യപ്പെടുക. നിറം, അതുപോലെ തന്നെ വർണ്ണം, എല്ലാ തരത്തിലുമുള്ള വ്യത്യാസങ്ങൾ, അവന്റെ ബുദ്ധി വൈഭവവും അതുപോലെ തന്നെ മനുഷ്യർക്കിടയിലുള്ള ശാരീരികമായ വ്യത്യാസങ്ങളും എല്ലാത്തിനെയുമാണ് നമ്മൾക്ക് ബോധ്യപ്പെടുക. അതുകൊണ്ട് ശാസ്ത്രത്തിന്റെയും ബുദ്ധിയുടെയും യുക്തിയുടെയും അളവുകോലുകൾ ഉപയോഗിച്ച് ഒരിക്കലും നമ്മൾക്ക് ഇത്തരത്തിലുള്ള ഒരു തീർപ്പിലെത്തിച്ചേരാൻ സാധ്യമല്ല. മനുഷ്യരെല്ലാം സമന്മാരാണ്, മനുഷ്യരെല്ലാം തുല്യരാണ് എന്നൊരു സിദ്ധാന്തത്തിലേക്ക്, എന്നൊരു തീർപ്പിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. നമ്മൾ ഈ പറയുന്ന ഭരണഘടനയെ കുറിച്ച് മതത്തെ നിഷേധിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞത്, ഭരണഘടന എന്ന് പറയുന്നത് ശാസ്ത്രത്തിന്റെയും യുക്തിചിന്തയുടെയും ഉൽപ്പന്നമായി കൊണ്ടുണ്ടായതാണ്. അഥവാ മതം വേണ്ടതില്ല ഈ ധാർമ്മികതയെ നിർവചിക്കാനും ധാർമ്മികതയ്ക്ക് അടിത്തറയായി കൊണ്ടുമെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഒന്നാമത്തെ അടിത്തറ പോലും ഈ പറയുന്ന ബുദ്ധി കൊണ്ടും ശാസ്ത്രം കൊണ്ടും തെളിയിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. മറിച്ച് ഇതിന്റെ എല്ലാം പ്രചോദനം എന്നുള്ളത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വായന നടത്തുമ്പോൾ എല്ലാ മനുഷ്യരെയും ദൈവം തുല്യമായി സൃഷ്ടിച്ചു എന്ന മതത്തിന്റെ പ്രചോദനത്തിൽ നിന്ന്, മതത്തിന്റെ അടിത്തറയിൽ നിന്നാണ് അതിൻ്റെ ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളെയും വിഭാവനം ചെയ്യുന്നത് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ ഈ ആശയങ്ങളുടെ എല്ലാം ഒന്നാമത്തെ പ്രമിസ് പോലും, ഒന്നാമത്തെ ഈ ആശയം പോലും മനുഷ്യരെല്ലാം തുല്യരാണ്, അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ സമത്വവും അവരുടെ അവകാശമാണ് എന്ന തീർപ്പിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ പോലും അത് മതത്തിന്റെ പ്രചോദനത്തിൽ നിന്ന്, മതത്തിന്റെ സ്രോതസ്സുകളിൽ നിന്ന് കടമെടുത്തതാണ്. ഇങ്ങനെ കടമെടുത്ത ഇത്തരം മൂല്യചിന്തകളെയും മാനുഷിക മൂല്യങ്ങളെയും ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് നിങ്ങളുടേതാകുന്നില്ല. നിങ്ങൾ തെളിയിക്കേണ്ടത് ശാസ്ത്രവും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഈ ധാർമ്മികതയ്ക്കൊരടിത്തറയെ, ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെ നിങ്ങൾ സമർപ്പിക്കലാണ്. നിങ്ങളങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട്. ആ സമർപ്പിച്ചതെല്ലാം വലിയ അധാർമികതകളെ വെള്ളപൂശുന്നതായിക്കൊണ്ടാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത്. ശാസ്ത്രത്തിന്റെ ലോകത്ത് ജീവിക്കുമ്പോൾ ശാസ്ത്രത്തിനൊരിക്കലും മതത്തിന്റെ ഈ ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുന്നതിനുള്ള ഒരു മാനദണ്ഡമായി മാറുക എന്നുള്ളത് അസാധ്യമാണ്. അത് ശാസ്ത്രത്തിന്റെ പണിയല്ല. നമ്മൾ ഒരിക്കലും ചോദിക്കാറില്ലല്ലോ ട്രെയിൻ എന്തുകൊണ്ട് പറക്കുന്നില്ല, ട്രെയിൻ പറക്കേണ്ടതല്ല, ട്രെയിനിന്റെ ധർമ്മം എങ്ങനെയാണ്, ട്രെയിൻ എങ്ങനെയാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇതുപോലെയാണ് ശാസ്ത്രം പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാനുള്ള ടൂളാണ്. നന്മ തിന്മകളെ വ്യവച്ഛേദിക്കുന്നത്, ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുന്നത് ശാസ്ത്രത്തിന്റെ പണിയല്ല എന്നുള്ളതാണ്. ഒരു കത്തി ഒരു മനുഷ്യന്റെ വയറ് കീറിക്കൊണ്ടിരിക്കുന്നു. ഒരേ സമയം അതൊരു ഡോക്ടർ ആ മനുഷ്യനെ ശസ്ത്രക്രിയ ചെയ്യുന്നതാകാം, അസുഖം ബാധിച്ച മനുഷ്യനെ ശസ്ത്രക്രിയ ചെയ്യുന്നതാകാം. അതേ ചിലപ്പോൾ ഒരു മനുഷ്യൻ വെറുപ്പ് കൊണ്ടും വിദ്വേഷം കൊണ്ടും ഒരു സീരിയൽ കില്ലർ ഒരു മനുഷ്യന്റെ വയറ് കീറുന്നതാകാം. പക്ഷേ ഇത് രണ്ടും ശാസ്ത്രത്തിന്റെ കണ്ണിൽ ഒരുപോലെയാണ്. ഒന്ന് ശരിയും തെറ്റുമാകുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുകൊണ്ട് ധാന്യമുണ്ടാക്കുന്നു, അതുപോലെ തന്നെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയത് കൊള്ളയടിക്കുന്നു. ഇത് രണ്ടും നമ്മൾ ശാസ്ത്രത്തിന്റെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയാൽ ഒന്ന് ശരിയാണ്, ഒന്ന് തെറ്റാണെന്ന് നമ്മൾക്ക് ലഭ്യമല്ല. ഇന്നതിൽ അന്നജനമുണ്ട്, ഇന്നതിൽ ഇന്ന മൂലകങ്ങളുണ്ട് എന്നൊരു തീർപ്പിലെത്താൻ മാത്രമേ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. ഇത് ശരി ഇത് തെറ്റ് എന്നതിലേക്ക് നമ്മൾക്ക് എത്തിച്ചേരാൻ സാധ്യമല്ല. ഞാൻ സൂചിപ്പിക്കുന്നത് ധാർമ്മികതയുടെ അടിത്തറ എന്നുള്ളത് ഭൗതിക പരിഷ്കാരങ്ങളല്ല. ധാർമ്മികതയുടെ അടിത്തറ എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള വചനങ്ങളാണ്, ദൈവത്തിന്റെ ദിവ്യ സ്രോതസ്സുകളാണ് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുന്ന ആശയങ്ങളുണ്ട്. തീർച്ചയായും നിങ്ങളെല്ലാവരും ആദമിൽ നിന്നുള്ളവരാണ്, നിങ്ങളുടെ ദൈവം ഒന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കപ്പെടുന്ന മറ്റൊരു ഹദീസിൽ നമ്മൾക്ക് കാണുവാൻ സാധിക്കും, അറബിക്കൻ അറബിയേക്കാൾ, അതുപോലെ തന്നെ പ്രവാചകൻ പറയുന്നു കറുത്തവനും വെളുത്തവനേക്കാൾ ഒരു മഹാത്മ്യവുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല ദൈവഭയത്തിന്റെ അടിസ്ഥാനത്തിലല്ലാതെ. ഇത്തരം മതത്തിന്റെ സ്രോതസ്സുകളിൽ നിന്നാണ് ഈ പറയുന്ന ആശയങ്ങളുടെ എല്ലാം ഒന്നാമത്തെ അടിത്തറ
മനുഷ്യരെല്ലാം തുല്യരാണ് എന്ന സിദ്ധാന്ത ആശയത്തിലേക്ക്, തീർപ്പിലേക്ക് നമ്മൾ എത്തപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ മതങ്ങൾ ഇല്ലാതാകുന്ന, മതത്തിന്റെ പ്രസക്തി നഷ്ടമാകുന്ന സമൂഹം എന്ന് പറയുന്നത് കൂടുതൽ മൂല്യച്യുതികളിലേക്കും അധാർമികതയിലേക്കും എത്തിച്ചേരുമെന്നുള്ളതാണ്. മതത്തിന് ധാർമ്മികതക്ക് അടിത്തറ പറയാൻ സാധ്യമല്ല ഈ പറയുന്ന നിരീശ്വരവാദ മതനിഷേധക ചിന്തകന്മാരെ സംബന്ധിച്ചിടത്തോളം. നന്മതിന്മകളെ വ്യവച്ഛേദിക്കുന്നതിനുള്ള സ്ഥിരമായ ഒരു മാനദണ്ഡവും സ്ഥായിയായ ഒരു മാനദണ്ഡത്തെയും അവർക്ക് സമ്മാനിക്കാൻ സാധിക്കുന്നില്ല. ഇനി നമ്മൾ സമ്മതിച്ചു കൊടുത്തു എന്ന് തന്നെ വിചാരിക്കുക. ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ നന്മതിന്മകളെ വ്യവച്ഛേദിക്കുന്ന ഒരു മാനദണ്ഡവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരു ധർമ്മശാസ്ത്രവും നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞു എന്ന് അസംഭവ്യമെങ്കിലും സങ്കല്പിക്കുക. അങ്ങനെ സാധിച്ചാലും രണ്ടാമത് വളരെ ഗൗരവമേറിയ ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നു. ആ ചോദ്യം എന്താണ്? എന്തിന് ഞാൻ ഇത് അനുസരിക്കണം? ഈ ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടതുണ്ട്. ഒരു നാസ്തികനെ സംബന്ധിച്ചിടത്തോളം, ദൈവവിശ്വാസിയല്ലാതെ ദൈവത്തിൽ വിശ്വസിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്തിന് ഞാൻ നന്നാകണം? ഇത് തിന്മ, ഇത് തിന്മ, ഇത് നന്മ, ഓക്കെ ശരി, പക്ഷേ എന്തിന് ഞാൻ ആ തിന്മ വെടിയണം? എന്തിന് ഞാൻ നന്മയെ പുൽകണം എന്നൊരു ചോദ്യത്തിന് ഉത്തരം നൽകാൻ സാധ്യമല്ല. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാസ്തികനെ, മതവിശ്വാസമില്ലാത്തൊരു വ്യക്തിയെ എന്താണ് അവനെ പ്രചോദിപ്പിക്കുന്ന ധാർമ്മിക ഘടകമെന്ന് തീർച്ചയായും നമ്മൾ അവിടെ വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ധാർമ്മികതക്ക് അടിത്തറയാകാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അധാർമികതകളെ വെള്ളപൂശുന്നതിലേക്ക് കടന്നു പോവുകയും മാത്രമല്ല, ഒരു മനുഷ്യനെ ധാർമ്മികമായി പ്രചോദിപ്പിക്കാൻ ഉതകുന്ന ഒന്നുമില്ലാത്തൊരാശയമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മതത്തെ സംബന്ധിച്ചിടത്തോളം എന്തിനു ഞാൻ നന്നാകണം? എന്തിനു ഞാൻ ഈ നന്മയെ പുൽകണം? എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ ഒരു മനുഷ്യന് സമ്പത്ത് നൽകുന്നു, സ്വതക്കയായിക്കൊണ്ട് ദാനധർമ്മം നൽകുന്നു. തീർച്ചയായും എന്റെ സ്വത്തിൽ നിന്ന് കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എനിക്ക് യഥാർത്ഥത്തിൽ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ആ നഷ്ടം ഞാൻ എന്തിനു സഹിക്കണം? എന്റെ ജീവിതം ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയോ വീണ് കിട്ടിയ ഒന്നാണ്. ആ പരിണാമത്തിൽ എങ്ങനെയോ ഉണ്ടായ പ്രതിഭാസമായ മനുഷ്യൻ, ആ പരിണാമദിശയിലെ യാദർശികമായ പ്രതിഭാസം, അവനെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതം പരമാവധി ആസ്വദിക്കുക എന്നുള്ളതാണ്. എന്തിന് ഞാൻ ഈ നഷ്ടം സഹിക്കണം? അവന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല. ഇത് നന്മയെന്ന് ഞാൻ അംഗീകരിച്ചു, പക്ഷെ എന്തിന് ഞാൻ അതിനെ പുൽകണം? ഈ ചോദ്യത്തിനും ഉത്തരമില്ല. പക്ഷേ പരലോകത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവിക മതപരമായിക്കൊണ്ടുള്ള, ആത്മീയമായിക്കൊണ്ടുള്ള പ്രചോദനങ്ങൾ കൊണ്ട് മാത്രമേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ധാർമ്മിക മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കാനും അതിനെ കൊണ്ടു നടക്കാനും അതിനെ പാലിക്കാനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവവിശ്വാസത്തിന്റെ കൊഴിഞ്ഞുപോക്ക് എന്നുള്ളത് മൂല്യച്യുതിയിലേക്കും അധാർമികതയിലേക്കുമാണ് ഒരു സമൂഹത്തെ എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന മനുഷ്യരെ, നമ്മുടെ സമൂഹത്തിന്റെ ധാർമ്മികമായ നിലവാരം നിലനിൽക്കണമെങ്കിൽ അതിന് ദൈവവിശ്വാസത്തിന്റെ പ്രസക്തിയും മതപ്രബോധനങ്ങളുടെ പ്രബലതയും വർദ്ധിച്ചേ മതിയാകൂ എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. രണ്ടാമതായിക്കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉത്തരങ്ങളോട്, ചോദ്യങ്ങളോട് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഈ തുറന്ന സംവാദം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിലേക്ക് മടങ്ങി നല്ല ക്ഷീണമുണ്ട്, നിങ്ങൾക്ക് ചെയ്യാനുള്ള ജോലികളൊക്കെ തീർത്ത് നല്ല തണുത്ത കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത്, നല്ല അന്തരീക്ഷം, നിങ്ങളെ നല്ല തളർച്ച ബാധിച്ച് നിങ്ങളുടെ ആ തളർച്ച നിങ്ങളെ ബെഡിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ കിടപ്പറയിൽ നിങ്ങളുടെ ബെഡിലേക്ക് നിങ്ങൾ ചായുന്നു. ക്ഷീണം കൊണ്ട് നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോകുന്നു. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഉറങ്ങിപ്പോകുന്നു. ഒരു കുഞ്ഞുറങ്ങുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നൈർമല്യത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും എല്ലാ ഭാവവും ഒരു കുഞ്ഞുറങ്ങുമ്പോൾ നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാറുണ്ട് അങ്ങനെയൊന്നും ഉറങ്ങാൻ സാധിച്ചിരുന്നുവെങ്കിൽ. അങ്ങനെ ഒരു ഉറക്കമാണ് നിങ്ങൾക്ക് ഇന്നത്തെ രാത്രി ലഭിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഉറങ്ങുന്നു. ആ പാതിരാ കാറ്റുമേറ്റുകൊണ്ട് നിങ്ങൾ ഉറങ്ങുന്നതിനിടയിൽ നിങ്ങളുടെ ചിന്തകളും ഭാവനകളും സ്വപ്നലോകത്തേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് നിങ്ങൾ നെട്ടി ഉണരുന്നു. ഒരു മണിയടി ശബ്ദം കേട്ടാണ് നിങ്ങൾ നെട്ടി ഉണരുന്നത്. മണിയടി ശബ്ദം കേട്ട് നിങ്ങൾ നെട്ടി ഉണരുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എഴുന്നേറ്റു. ഇന്നലെ ഞാൻ ഉറങ്ങുമ്പോൾ ധരിച്ച വസ്ത്രമല്ല ഞാൻ ധരിച്ചിരിക്കുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ മുറിയിലാണ് കിടന്നുറങ്ങിയത്. ഇന്ന് ഞാൻ ഉണരുമ്പോൾ ഞാൻ മറ്റേതോ ഒരു മുറിയിലാണ്. എവിടെയാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്നെനിക്കറിയില്ല. ഇന്നലെ ഞാൻ പുതച്ച പുതപ്പല്ല എൻ്റെ ശരീരത്തിലുള്ളത്. സ്വാഭാവികമായും അത് നമ്മളിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയും ആശങ്കയുമുണ്ട്. പെട്ടെന്ന് ആ ബെഡിൽ നിന്ന് നമ്മൾ ചാടി എഴുന്നേൽക്കുന്നു. ആ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കുന്നു. ഒരു കോറിഡോറാണുള്ളത്. നമ്മൾ ആ കോറിഡോറിലൂടെ ഓടി ഓടി മുന്നോട്ട് പോവുകയാണ്. എവിടെയാണ് ഞാൻ എത്തിയത്? ഇതാണ് നമ്മൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം നമ്മൾ എത്തുന്നത് ഒരു ഹാളിലാണ്. ഹാളിൽ ഒരുപാട് മനുഷ്യരുണ്ട്. ഒരുപാട് മനുഷ്യർ, ആ മനുഷ്യരിൽ കുറേ ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, സല്ലപിക്കുന്നുണ്ട്, സൗഹൃദം പറയുന്നുണ്ട്. അതേസമയം മറ്റൊരു ഭാഗത്ത് സംഗീതവും നൃത്തവും അതുപോലെ തന്നെ മറ്റ് എല്ലാ തരത്തിലുമുള്ള സാഹിത്യ ചർച്ചകളുമായി മറ്റൊരു വലിയ സമൂഹം. മുന്നിലേക്ക് നോക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള എന്റർടൈൻമെന്റ് ഫെസിലിറ്റികളും ഗെയിമുകളും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്ന അടിസ്ഥാന വികാരങ്ങളുടെ ശമനങ്ങളും
എല്ലാം മുമ്പിൽ തയ്യാറായിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ മനസ്സിൽ ആശങ്കയും അസ്വസ്ഥതയും നുരഞ്ഞു പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ എൻ്റെ മുറിയിൽ കിടന്നുറങ്ങിയ ഞാൻ എങ്ങനെയാണ് ഇവിടെ ഉണർന്നത്? ഇതേതാണ് സ്ഥലം? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രഥമവും പ്രധാനവുമായ ചോദ്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് ഓടുന്നു. അപ്പോഴാണ് നമ്മളൊരു കോണി കാണുന്നത്. ആ കോണി വഴി നമ്മൾ മുകളിലേക്ക് കയറുന്നു. തെളിഞ്ഞ ആകാശം നമ്മൾ ഓരോ പടി കയറുമ്പോഴും നമ്മുടെ കണ്ണിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുകളിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ 4 ഭാഗത്തേക്ക് നോക്കുമ്പോൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന കാഴ്ച എന്നുള്ളത് സമുദ്രമാണ്. അനന്തവിശാലമായ സമുദ്രം നമ്മുടെ ചുറ്റും. ആ നിമിഷം നമ്മൾ തിരിച്ചറിയുന്നു, ഞാനൊരു കപ്പലിലാണ് ഉണർന്നത്. സ്വാഭാവികമായും ഈ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പ്രഥമവും പ്രധാനവുമായ ചിന്തകൾ എന്തായിരിക്കും? നമ്മുടെ ചിന്ത എന്നുള്ളത്, എങ്ങനെയാണ് ഞാൻ ഈ കപ്പലിൽ എത്തിപ്പെട്ടത്? ആരാണ് എന്നെ ഈ കപ്പലിൽ എത്തിച്ചത്? ഈ കപ്പൽ എവിടേക്കാണ് പോകുന്നത്? ഇങ്ങനെ ഒരു മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുക. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഒരിക്കലും ആ കപ്പലിൽ നമ്മൾക്ക് സ്വസ്ഥത കിട്ടാൻ പോകുന്നില്ല. നമ്മൾ വിശക്കുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് എന്തെങ്കിലും അടിസ്ഥാന വികാരങ്ങളുടെ ഉണർവുണ്ടാകുമ്പോൾ അതിനെ ശമിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടാം. അതുപോലെ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആനന്ദങ്ങളിലും അവിടെയുള്ള എന്റർടൈൻമെന്റ് ഫെസിലിറ്റികളും നമ്മൾ വളരെ മനോഹരമായി ഉപയോഗപ്പെടുത്താം. പക്ഷേ ഇത് ഉപയോഗപ്പെടുത്തുമ്പോഴും ഈ ആസ്വാദനങ്ങളൊക്കെ അവസാനിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് ആ ചോദ്യം വിട്ടുപോകുന്നില്ല. എവിടേക്കാണ് ഈ കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഞാൻ ഈ കപ്പലിൽ ഉണർന്നത്? എന്നെ ആരാണ് ഇവിടെ എത്തിച്ചത്? നമ്മൾ വീണ്ടും ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി നമ്മൾ അലയുകയാണ്. അലയുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് വിഭാഗം പണ്ഡിതരെ കണ്ടെത്തുന്നു. ആ പണ്ഡിതരിൽ ഒരു വിഭാഗം എന്നുള്ളത് കപ്പലിന്റെ ആകൃതിയെക്കുറിച്ച്, അതിന്റെ എഞ്ചിനെക്കുറിച്ച്, സഞ്ചാരത്തെക്കുറിച്ച് എല്ലാം അറിയുന്നവരാണ്. നമ്മൾ ഈ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ അവരോട് ചോദിച്ചു. നമ്മൾ ചോദിച്ചപ്പോൾ അവർ ഉത്തരം നൽകി, നിങ്ങൾ കപ്പലിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് 2 രൂപത്തിലാണ്. ഒന്ന്, ഇത് തുറമുഖത്തിനടുത്തേക്ക് കപ്പൽ അടുപ്പിക്കും. തുറമുഖമുണ്ടെങ്കിൽ അവിടേക്ക് അടുപ്പിച്ചതിന് ശേഷം ഒരു കോണി സ്ഥാപിക്കപ്പെടും. അതിലൂടെ നിങ്ങൾ കയറി കപ്പലിലെത്തും. ഇല്ലെങ്കിൽ ഇത് നങ്കൂരമിടും. തുറമുഖമില്ലാത്ത സ്ഥലത്താണെങ്കിൽ നിങ്ങളൊരു ബോട്ടിൽ കയറ്റി ഒരു ചെറിയ വഞ്ചിയിൽ കയറ്റി നിങ്ങളെ കപ്പലിലെത്തിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ കപ്പലിലെത്തുക. നിങ്ങൾ എങ്ങനെ കപ്പലിലെത്തിയെന്ന ഹൗ എന്ന ചോദ്യത്തിന് അതിലൂടെ ഉത്തരം ലഭിച്ചു. അപ്പോഴും വൈ, എന്നെ ആരാണ് ഈ കപ്പലിൽ എത്തിച്ചത്? എങ്ങോട്ടാണ് എന്താണ് ഈ യാത്രയുടെ ലക്ഷ്യം? ഇങ്ങനെ പർപ്പസുമായി ബന്ധപ്പെട്ട, ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇന്ന് മതത്തെ നിഷേധിക്കുന്നവർ പറയുന്നത് ഹൗ എന്ന ചോദ്യത്തിന് മാത്രം നമ്മൾക്ക് ഉത്തരം മതി. ആ ഉത്തരം ലഭിച്ചാൽ തന്നെ നമ്മുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് ശമനം ഉണ്ടാകുമെന്നുള്ളതാണ്. തീർച്ചയായും സയൻസ് ആ ഉത്തരം നൽകും. ഹൗ എന്ന ചോദ്യത്തിനാണ് സയൻസ് ഉത്തരം നൽകുക. പക്ഷേ വൈ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് നൽകുന്നത് മതങ്ങളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ അതേ ഉദാഹരണം, ഈ ലോകത്തേക്ക് നിങ്ങൾ ജനിച്ചു വീഴുന്നു. ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനവും നമ്മൾ എവിടെയാണെന്നും ഭൂമി എവിടെയാണെന്നും എന്നൊക്കെയുള്ള ബോധ്യം നമ്മൾക്കുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വീഴുന്ന നമ്മൾ ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മകനായി, മാതാവിൻ്റെയും പിതാവിൻ്റെയും മകളായി നമ്മൾ ജനിച്ചു വീഴുന്നു. നമ്മൾ ചോദിക്കുന്ന, മനുഷ്യൻ ചിന്തിക്കാൻ ആരംഭിക്കുമ്പോൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എൻ്റെ ജീവിതം എന്താണ്? ആരാണ് എന്നെ ജീവിതത്തിലേക്ക് പറഞ്ഞയച്ചത്? ഞാൻ ഒരുപാട് മനുഷ്യർ എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ അവരൊരു സമയം കഴിയുമ്പോൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതായി, മരിക്കുന്നതായി ഞാൻ കാണുന്നു. മരണത്തിന് ശേഷം അവരെവിടേക്കാണ് പോകുന്നത്? അസ്തിത്വവുമായി ബന്ധപ്പെട്ട, ജീവിതത്തിൻ്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഗൗരവപ്രധാനമായ ചോദ്യങ്ങൾ. ആ ചോദ്യം നമ്മൾ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ആ കപ്പൽ യാത്രയുടെ ഉദാഹരണത്തിൽ സൂചിപ്പിച്ചതുപോലെ അതിനുത്തരം ലഭിക്കപ്പെടാതെ നമ്മൾക്കൊരിക്കലും സ്വസ്ഥതയുണ്ടാകുന്നില്ല. നമ്മൾ ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരെ കാണുന്നു. അവർ പറയുന്നു, അവർ ചർച്ച ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഈ കപ്പൽ യാത്രയുടെ ലക്ഷ്യം, എവിടേക്കാണ് കപ്പൽ പോയിക്കൊണ്ടിരിക്കുന്നത്? ആ ചോദ്യങ്ങൾക്ക് മാത്രമേ, ആ ഉത്തരങ്ങൾക്ക് മാത്രമേ നമ്മുടെ മനസ്സുകളെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത്, അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മതങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഖുർആൻ വളരെ സുന്ദരമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിൽ പറയുന്നുണ്ട്. ഇസ്ലാം എന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവിന്റെ മതമാണത്. അല്ലാഹു എന്ന് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജഗന്നിയന്താവായ സാക്ഷാൽ ദൈവത്തിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു. ആ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യൻ, ഈ ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന മനുഷ്യന് മാർഗദർശനവുമായി ഓരോ പ്രവാചകന്മാരെ അയക്കുന്നു. ആ പ്രവാചകന്മാർ കടന്നു വന്ന് ദൈവത്തിന്റെ സന്ദേശം സമൂഹത്തിലേക്ക് പ്രസരിപ്പിക്കുന്നു. എന്തിനാണ് ജീവിതം? നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകുന്നു. ആ പ്രവാചകന്മാരുടെ ശൃംഖലയിൽ
മോശയുണ്ടായിരുന്നു, യേശു ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അബ്രഹാം ഉണ്ടായിരുന്നു. ഓരോ പ്രവാചകന്മാരെയും ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. 1,00,000 ചില്ലാനം പ്രവാചകന്മാർ കടന്നുവന്നുവെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും ആ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ചത് ഇസ്ലാമായിരുന്നു. യേശു മുസ്ലിം ആയിരുന്നു എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം പ്രപഞ്ച സൃഷ്ടാവിന്റെ സന്ദേശത്തിന് ഒരാൾ കീഴൊതുങ്ങുമ്പോൾ സമർപ്പണം എന്നാണ് ഇസ്ലാമിന്റെ അർത്ഥം. ഒരാൾ സമർപ്പിക്കുമ്പോൾ അയാൾ മുസ്ലിമായി മാറുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഇസ്ലാം ഉത്തരം നൽകുന്നുണ്ട്. അതിങ്ങനെയാണ്, അം ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ, മനുഷ്യരെ നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ വെറുതെ സൃഷ്ടിച്ചതാണ്? അല്ല. സൂറത്തുൽ മുൽക്കിലെ 2-ാം സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും ഉത്തമമായി പ്രവർത്തിക്കുന്നവൻ എന്നറിയുന്നതിനു വേണ്ടി മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു തആല എന്ന് പ്രപഞ്ച സൃഷ്ടാവെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു പരീക്ഷണമാണ്. ആ ജീവിതത്തിന് അർത്ഥമുണ്ട്, ആ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. നിങ്ങൾ ഈ ജീവിതത്തിൽ നിങ്ങൾ അല്ലാഹു പരീക്ഷിക്കും. ദൈവം, സാക്ഷാൽ ദൈവം നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ സഹനവും നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ നിങ്ങളുടെ വിശ്വാസവും എല്ലാ ഭാഗവും നിങ്ങളെ പരീക്ഷിക്കപ്പെടും. സുഖവും ദുഃഖവും അല്ലാഹു സുബ്ഹാനഹു തആല പ്രദാനം ചെയ്യും. അങ്ങനെ ഒരു ദിവസം നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയും. നിങ്ങൾ അത് കഴിഞ്ഞ് മരണത്തിനു ശേഷം ഒരു ലോകം നിങ്ങൾക്ക് കടന്നു വരാനുണ്ട്. അതാണ് പരലോകം. അന്ന് നിങ്ങൾ ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. നിങ്ങളുടെ നന്മകൾക്കും തിന്മകൾക്കും അനുസരിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പോകുന്ന സ്ഥിതിവിശേഷമുണ്ട്. സുന്ദരമായി കൊണ്ടുള്ള ജീവിതത്തിന്റെ ലക്ഷ്യത്തെ സത്യസന്ധമായ സ്രോതസ്സുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഇതായിരുന്നു. പക്ഷേ ആ പ്രവാചകന്മാർക്ക് പിന്നീട് കടന്നു വന്ന തലമുറകൾ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ വേദഗ്രന്ഥങ്ങളെയും സന്ദേശങ്ങളെയും വികലമാക്കി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പ്രപഞ്ച സൃഷ്ടാവ് അടുത്ത പ്രവാചകനെ അയക്കും. അത് തിരുത്തുകയും വീണ്ടും അല്ലാഹുവിന്റെ ആ അന്യൂന്യമായ അജയ്യമായ സന്ദേശത്തെ പഠിപ്പിക്കാൻ. അങ്ങനെ ആ പ്രവാചക ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് നൽകപ്പെട്ട വേദഗ്രന്ഥമാണ് ഖുർആൻ. ആ വേദഗ്രന്ഥം മുഴുവൻ പ്രവാചകന്മാരെയും മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരെയും ശരിവെക്കുകയും അവരെല്ലാവരും അല്ലാഹുവിൽ നിന്നുള്ള ആ സന്ദേശത്തിന് സമർപ്പിച്ച മുസ്ലിങ്ങളായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സന്ദേശത്തെ പുൽകാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. ഞാൻ സൂചിപ്പിക്കുന്നത് മതത്തിനു പുറത്ത് മതരഹിത സ്പിരിച്വാലിറ്റിയെ കുറിച്ച് ഇന്ന് നാസ്തികർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. സാം ഹാരിസിനെ പോലുള്ള പ്രധാനപ്പെട്ട നവനാസ്തികരുടെ ആചാര്യന്മാർ ഈ പറയുന്ന നമ്മളെ മതരഹിത സ്പിരിച്വാലിറ്റിയെ കുറിച്ച്, ആത്മീയതയെക്കുറിച്ച് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് അത് സംസാരിക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചാൽ ഈ അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനുള്ള ഒരു ഉപകരണവും അവരുടെ കൈകളിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മതരഹിതമായി കൊണ്ട് നമ്മൾക്ക് ചില ധ്യാനമുറകളും ചില ആഘോഷങ്ങളുമൊക്കെ മതങ്ങളിൽ നിന്ന് കോപ്പിയടിക്കേണ്ടതുണ്ട് എന്ന് പറയുന്ന മതനിഷേധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് മതത്തിൻ്റെ ഈ മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഈ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ മതത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അത് മനോഹരമായൊരു ജീവിത ലക്ഷ്യത്തെ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. അതിനെ പുൽകാൻ നമ്മൾക്ക് സാധിക്കുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി എന്ന നിലയിൽ, സമൂഹം എന്ന നിലയിൽ, കുടുംബം എന്ന നിലയിൽ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ആ സന്ദേശത്തിൽ നമ്മൾ സമർപ്പിക്കാൻ, അവൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഉന്നതമായ ധാർമ്മിക മൂല്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നു. ഞാനൊരു ചരിത്രം ഓർമ്മപ്പെടുത്തുകയാണ്. യർമൂക്ക് യുദ്ധം നടക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ മരണപ്പെട്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമാണ്. യർമൂക്ക് യുദ്ധത്തിന് കഴിഞ്ഞ് അന്ന് പടയാളികൾ വെട്ടേറ്റ് നിലത്ത് കിടക്കുന്നുണ്ട്. മുസ്ലിങ്ങൾക്കായിരുന്നു ആ യുദ്ധത്തിൽ വിജയമുണ്ട്. വെള്ളവുമായി ഓടിച്ചെല്ലുന്നു. അദ്ദേഹം മരിച്ചുപോയിരുന്നു. മരണത്തിന്റെ സന്ദർഭങ്ങളിൽ പോലും നന്മക്കുള്ളൊരു അവസരം തൻ്റെ സഹോദരന് ആവശ്യമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ ത്യാഗനിർഭരമായ മനസ്സിൽ നിന്ന് അതവന് കൊടുക്കൂ എന്ന് പറയാനുള്ള മനസ്സെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? നമ്മൾ സംസാരിക്കുന്നത് ഏതെങ്കിലും ഒരു സമൂഹത്തെക്കുറിച്ചല്ല. ബസൂസ് യുദ്ധം നടന്ന അറബികളെ കുറിച്ചാണ്. 40 വർഷമാണ് ആ യുദ്ധം നടന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. 40 വർഷം. അതിൻ്റെ കാരണം പരിശോധിച്ചാൽ ഒരൊട്ടകവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു അഭിമാന പ്രശ്നമാണ്, ഗോത്രപകയാണ്. പിന്നീട് 40 വർഷം 2 ഗോത്രങ്ങളെ പരസ്പരം പോരടിക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഗോത്രപകയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ ഉണ്ടായിരുന്ന, അങ്ങനെ നിരന്തരം കലഹിച്ചിരുന്ന ഒരു സമൂഹത്തെ സാഹോദര്യത്തിൻ്റെ ഉന്നതമായ ഈ മാനത്തിലേക്ക് ഉയർത്തിയത് ഈ ദിവ്യവചനങ്ങളാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. തീർച്ചയായും അതിനെ പുൽകാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, അതിനെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായ ഒരു ധാർമ്മികമായി കൊണ്ടുള്ള സംസ്കാരത്തെ നമ്മൾക്ക് സമ്മാനിക്കുമെന്നാണ്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച
സൂചിപ്പിച്ചതുപോലെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ചുള്ള പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ജീവിതത്തിന് ശക്തി പകരുമെന്നുള്ളതാണ്. ആ മതത്തിന്റെ ദൈവത്തിന്റെ സന്ദേശത്തെ കഴിയൊഴിഞ്ഞുള്ള ജീവിതം, ലൈഫ് വിത്തൗട്ട് ഗോഡ്, അത് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ധാർമ്മികത എന്നുള്ളത്, നിങ്ങളൊരു ഐസ്ക്രീം കഴിക്കുകയാണ്, ഐസ്ക്രീം കഴിക്കുമ്പോൾ വാനിലയാണോ ചോക്ലേറ്റ് ആണോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് വ്യക്തിപരമായൊരു തീരുമാനമായിരിക്കും. ഇതുപോലെ തന്നെയാണ് ധാർമ്മികതയുടെ അവസ്ഥവും. നന്മ തിന്മകൾ എന്നുള്ളത് ഒരേ ആൾക്ക് തന്നെ അത് നന്മയായി തോന്നാം, മറ്റൊരാളുടെ യുക്തിയിൽ അത് തിന്മയായി തോന്നുന്ന സാഹചര്യത്തെയാണ് സത്യത്തിൽ ദൈവത്തെ ജീവിതത്തിന്റെ ചിത്രങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ചവരുടെ ധാർമ്മിക പാഠങ്ങളിൽ നിന്ന് ഉണ്ടായിത്തീർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ റിച്ചാർഡ് ഡോക്കിൻസിനെ തന്നെ വീണ്ടും ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, പരിണാമത്തിന്റെ പ്രക്രിയയിൽ യാദൃശ്ചികമായി ഉണ്ടായി വന്ന ഒന്നാണ് തീർച്ചയായും ധാർമ്മികത എന്ന് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് 6 വിരലുണ്ടായില്ല 5 വിരലുണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം തന്നെയാണ് ബലാത്സംഗം എന്തുകൊണ്ട് നമ്മൾക്ക് തെറ്റായി തോന്നുന്നു എന്നതിനുള്ള ഉത്തരവും അത് നമ്മൾക്ക് അങ്ങനെ ഉണ്ടായി വന്ന ബോധ്യമായിക്കൊണ്ടാണ് അദ്ദേഹം പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായും വസ്തുനിഷ്ഠ ധാർമ്മികത എന്ന് പറയുന്നത്, ഈ പറയുന്ന ധാർമ്മികത എന്ന് പറയുന്നത് അത് സബ്ജക്റ്റീവായ ഒന്നല്ല, ആത്മനിഷ്ഠമായ ഒന്നല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചിന്തകൾക്കും അവന്റെ മനനങ്ങൾക്കും അപ്പുറത്തു നിൽക്കുന്ന ഒന്നാണ്. അതിന് ബാഹ്യമായ ഒരു ആദർശം, ബാഹ്യമായി കൊണ്ടുള്ള പ്രചോദനം എന്നിവയൊക്കെ ആവശ്യമാണ്. അത് മതത്തിലൂടെ മാത്രമേ, പ്രപഞ്ച സൃഷ്ടാവിന്റെ മതത്തിലൂടെ മാത്രമേ അത് സാധ്യമാകൂ എന്ന തിരിച്ചറിവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മതമെന്തിന് മനുഷ്യന് എന്ന ചോദ്യത്തിന്റെ ഏറ്റവും കാതലായ വശം അതുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് സംതൃപ്തദായകമായ ഒരു കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, വീണ്ടും സ്കാൻഡിനേവിയയിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ പട്ടികയിൽ കിടക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. രണ്ടാമത് മതം എന്തിന് എന്ന ചോദ്യത്തിന് ഞാൻ വീണ്ടും പറഞ്ഞു, ലക്ഷ്യബോധം, മനുഷ്യന്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു എന്നുള്ളതാണ്. ഇന്ന് സ്കാൻഡിനേവിയ ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും നാടായിക്കൊണ്ട് ഇന്നത്തെ നിരീശ്വരവാദികൾ മതമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെയുള്ള ആത്മഹത്യാ നിരക്കിനെ നമ്മൾ പഠിക്കണം. 2019 ഏറ്റവും കൂടുതൽ വികസിത രാജ്യങ്ങളിലെ ആത്മഹത്യാ നിരക്കിലുള്ള റെക്കോർഡാണ് സ്വീഡൻ എന്ന രാജ്യം മുമ്പിലുള്ളത്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട പട്ടികയിൽ 20ന്റെ ഉള്ളിലായിക്കൊണ്ട് ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ, ഡാറ്റകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മദ്യം ഉപയോഗിച്ചുകൊണ്ടുള്ള മരണത്തിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ 6ാം സ്ഥാനത്തും 8ാം സ്ഥാനത്തും 15ാം സ്ഥാനത്തും ഒക്കെ ആയിക്കൊണ്ട് ഈ മതമില്ലാത്ത രാജ്യങ്ങൾ, അത് അങ്ങനെ പറയാൻ പറ്റുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. പക്ഷേ ആ രാജ്യങ്ങൾ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഡാറ്റകൾ നമ്മളോട് കൃത്യമായി കൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ടുള്ള മരണത്തിലും ഈ രാജ്യങ്ങളേറെ മുമ്പിലാണെന്ന് നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഈ ലിബറലിസം ഏത് തോന്നിവാസങ്ങളെയും ഏത് തിന്മയെയും ഈ പറഞ്ഞ ഇൻഡിവിജ്വലിസത്തിന്റെ പേരിൽ വ്യക്തികേന്ദ്രീകൃതമായ ഒരു ആശയമാക്കി കൊണ്ട് മാറ്റിയിരിക്കുന്നു. ഏത് തിന്മയും മദ്യവും മയക്കുമരുന്നും മനുഷ്യനും വ്യക്തിക്കും സമൂഹത്തിനും എത്ര വലിയ ദോഷമുണ്ടാക്കുമെങ്കിലും അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടി അതിനെ ന്യായീകരിക്കുന്ന ഒരു സ്ഥിതി സംജാതമായിരിക്കുന്നു. അവിടെയൊക്കെ തന്നെയാണ് മതമെന്തിന് മനുഷ്യന് എന്ന ചോദ്യം വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതമില്ലാതെ മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥം നഷ്ടപ്പെട്ടു പോകും. മതമില്ലാത്ത മനുഷ്യന്റെ ജീവിതത്തിന് അവന്റെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകും. മതമില്ലാത്ത മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥപൂർണമായ ഒരു ധാർമ്മിക വ്യവസ്ഥയെ രൂപപ്പെടുത്താനോ അതുമായി കൊണ്ട് മുന്നോട്ട് പോകാനോ ഒരിക്കലും സാധ്യമാകില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സമൂഹത്തിന്റെ നിലനിൽപ്പിനു വേണ്ടി, ധാർമ്മികതയുടെ നിലനിൽപ്പിനു വേണ്ടി മതപ്രബോധനങ്ങളും ആ മതവും ഇവിടെ നിലനിന്നേ മതിയാകൂ എന്നുള്ളതാണ്. ആ മതമേത് എന്നുള്ള ചോദ്യത്തിനാണ് ഇസ്ലാമിനെ ഞാൻ പരിചയപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു തആല ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ജഗന്നിയന്താവായ സാക്ഷാൽ ദൈവത്തിന്റെ ആ മതത്തെ, സന്ദേശത്തെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് എന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ കടന്നു വരുന്നത് മതം ബന്ധനമാണ്, മതം പ്രശ്നമാണ്, ഇത് ഹറാം, ഇത് ഹലാൽ, ഇത് നിഷിദ്ധം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കെട്ടിയിട്ടിരിക്കുന്നു എന്ന രൂപത്തിൽ ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഈ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ബോധം പെട്ടെന്ന് നഷ്ടപ്പെടുന്നു. നിങ്ങൾ ഉണരുമ്പോൾ ഒരു നഗരത്തിന്റെ മുമ്പിൽ നിങ്ങൾ എത്തി നിൽക്കുന്നു. എവിടേക്ക് പോകണമെന്ന വഴി നിങ്ങൾക്കറിയില്ല. ആ സന്ദർഭത്തിൽ നിങ്ങൾക്കൊരു മാപ്പ് ലഭിക്കുന്നു. ആ മാപ്പിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏതൊക്കെ വഴിയിൽ അപകടങ്ങളുണ്ട്, ഈ യാത്രയുടെ ലക്ഷ്യമെന്ത്. ആ മാപ്പിനെ നമ്മളൊരു അനുഗ്രഹമായി, ഒരു ഗിഫ്റ്റായിട്ടാണ് നമ്മൾ അതിനെ കാണുക.
തീർച്ചയായും മതം എന്ന് പറയുന്നത് ഈ ജീവിതത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവൻ പാലിക്കേണ്ട വിധിവിലക്കുകൾ, അവൻ്റെ ജീവിതത്തിലെ അപകടങ്ങളെക്കുറിച്ച് കൃത്യമായി കൊണ്ട് അവനെ സൃഷ്ടിച്ച അവൻ്റെ സൃഷ്ടാവ് പ്രവാചകനിലൂടെ അവനക്ക് പഠിപ്പിച്ചു തരുന്നു. അതാകുന്നു വിശുദ്ധ ഖുർആൻ, ആ ജീവിതമാകുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്ലാമിൽ അന്ത്യപ്രവാചകന്റെ ജീവിതം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്നത് നിങ്ങൾക്ക് സമൂഹത്തിന് കുടുംബത്തിന് ദോഷം എന്താണെന്ന് ഏറ്റവും നന്നായി അറിയുന്നവൻ നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവാണ്. ആണിനെന്താണ് നല്ലത്, പെണ്ണിനെന്താണ് നല്ലത്, ഏറ്റവും നന്നായി അറിയുന്നത് നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണ്. നിങ്ങൾക്ക് ഏതാണ് നന്മ എന്ന് പറഞ്ഞു തരേണ്ടത് മുഴുവൻ നന്മയുടെയും ഉടമയായ ആ സൃഷ്ടാവ് തന്നെയാണ്. ആ സൃഷ്ടാവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുക അസ്വാതന്ത്ര്യമല്ല, അത് സ്വാതന്ത്ര്യമാണ്, ജീവിതത്തിന്റെ സൗന്ദര്യമാണ്, ജീവിത ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണ് എന്ന അഭിമാന ബോധത്തോടു കൂടിയായിരിക്കണം പ്രപഞ്ച സൃഷ്ടാവിന്റെ ജീവിതത്തിലെ നമ്മളോരോരുത്തരും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടത് എന്നാണ് ഓരോ വിദ്യാർത്ഥികളോടും ഓരോ ചെറുപ്പക്കാരോടും പ്രത്യേകമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. തീർച്ചയായും എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരമൊരു പ്രോഗ്രാമിന്റെ പ്രസക്തി എന്താണ്. ഇസ്ലാമിനെക്കുറിച്ചും പ്രവാചകനെക്കുറിച്ചും നിരന്തരം തെറി എഴുതപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മതവിമർശനം എന്ന് പറഞ്ഞാൽ പ്രവാചകനെ തെറി വിളിക്കലാണ്, മതവിമർശനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കലാണ്, മതവിമർശനം എന്ന് പറഞ്ഞാൽ പരസ്പരം സമുദായങ്ങളെ തമ്മിലകറ്റലാണ്. ഇതാണ് ഇന്നത്തെ പല മതനിഷേധികളുടെയും സംസാരങ്ങളുടെ ആകത്തുക എന്നുള്ളത്. ഇത്തരം മുൻവിധികളിലും തെറ്റിദ്ധാരണകളിലും അകപ്പെടുന്ന മനുഷ്യർക്ക് തുറന്നു ചോദിക്കാനുള്ള അവസരമായി കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ മതത്തെ നിങ്ങൾ പഠിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ നിങ്ങൾ തീർച്ചയായും ആ ചരിത്രത്തെ നിങ്ങൾ വായിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഭീകരതയുടെ, അപരിഷ്കൃതത്തിന്റെ, സ്ത്രീ സ്വാതന്ത്ര്യമില്ലായ്മയുടെ ഒക്കെ ആൾരൂപമായി കൊണ്ടായിരിക്കാം നിങ്ങളുടെ മനസ്സുകളിൽ ഇസ്ലാം ഉള്ളത്. തീർച്ചയായും ആ തെറ്റിദ്ധാരണകളൊക്കെ ആ വായനയിലൂടെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ജൊറാം നെതർലാൻഡുകാരനായ ഒരു പൊളിറ്റീഷ്യൻ, അദ്ദേഹം വലിയ ഇസ്ലാമോഫോബായിരുന്നു. അദ്ദേഹം അതിശക്തമായിക്കൊണ്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കുകയും ജൊറാം വാൻ ക്ലാരവൈൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനെതിരെ അദ്ദേഹം നിരന്തരം സംസാരിച്ചിരുന്നു. ഇസ്ലാം പോയിസണാണ്, വിഷമാണ്, അതുപോലെ തന്നെ ഇസ്ലാം നെതർലാൻഡിൽ നിരോധിക്കപ്പെടണം എന്നൊക്കെ നിരന്തരമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. 2017 അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഡ്യൂട്ടികളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ MP സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്ന സന്ദർഭത്തിൽ സമൂഹത്തെ ഖുർആനിന്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം ഖുർആനിനെ പഠിക്കാൻ ആരംഭിക്കുന്നു. ഖുർആൻ അപകടമാണെന്ന സന്ദേശം സമൂഹത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഖുർആൻ അപഗ്രഥനത്തിന് അദ്ദേഹം മുതിരുന്നത്. പക്ഷേ അദ്ദേഹം ഖുർആനിനെ വായിക്കുകയും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ഇസ്ലാമിന്റെ വെളിച്ചം, പ്രപഞ്ച സൃഷ്ടാവിന്റെ വെളിച്ചം, അതാരെയും തീർച്ചയായും അവരെ ജീവിതത്തിലേക്ക്, അതിലേക്ക്, ആശയത്തിലേക്ക് ചേർത്ത് വെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹവും ആ ഇസ്ലാമിനെ വായിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ പഠിക്കുകയും ചെയ്തു. അദ്ദേഹം മുസ്ലിമായി മാറി എന്നല്ല, ഇന്ന് ഇസ്ലാമിന്റെ മുന്നണി പോരാളി കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ ലഭ്യമാണ്. ഇങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ട്. അത്തരം മുൻവിധികളെയും തെറ്റിദ്ധാരണകളെയും തിരുത്തി നിങ്ങളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഈ സന്ദേശത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണമെന്നും വായിക്കണമെന്നുള്ള ഒരു ഉപദേശം കൂടിയാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യങ്ങൾ ചോദിക്കണമെന്നുള്ള ഒരു നിർദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നത്. തീർച്ചയായും ഇസ്ലാം നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നു. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ വിധിവിലക്കുകളെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ അത് ഉന്നതമായി കൊണ്ടുള്ള ആനന്ദവും ആശ്വാസവും, എന്തിന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളെപ്പോലും നേരിടാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിട്ടുപോയൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഓരോ മനുഷ്യനും സഫറിങ്ങിലൂടെ കടന്നു പോകുന്നു, വേദനകളിലൂടെ, ദുഃഖങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്നു. സ്വാഭാവികമായും മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതിന് വല്ല അർത്ഥവുമുണ്ടോ? നിരീശ്വരവാദിയുടെ കയ്യിൽ വയനാട് ദുരന്തമുണ്ടായപ്പോൾ ദൈവത്തെ പരിഹസിച്ചവരുണ്ട്. പക്ഷേ ജീവിതത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ദൈവവിശ്വാസത്തെ ചേർത്ത് വെച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അവനെ സംബന്ധിച്ചിടത്തോളം ആ പരീക്ഷണങ്ങളെ സൃഷ്ടാവിൻ്റെ ആസൂത്രണത്തിന്റെ ഭാഗമായി കാണുവാനും ക്ഷമയോടും സഹനത്തോടും കൂടിയും അതിനെ മറികടക്കാനും അവന്റെ മതം, അവന്റെ വിശ്വാസം, ജീവിത വീക്ഷണം അവന് കരുത്തു നൽകുന്നു എന്നുള്ളതാണ്. നിരീശ്വരവാദത്തെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ ജീവിതത്തിൽ കഴിവൊഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിൽ അത്തരം ആയുധങ്ങളൊന്നുമില്ല.
ഈ പറയുന്ന നാസ്തികാചാര്യന്മാരുടെ വാക്കുകൾ കടമെടുത്താൽ there is no value, there is no hope, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒന്നും ഇവിടെയില്ല, എല്ലാം യാദൃശ്ചികത മാത്രം. ഡോക്കിൻസ് പറയുന്നുണ്ട്, റിച്ചാർഡ് ഡോക്കിൻസ് എന്ന് പറയുന്ന നിരീശ്വരവാദിയായിക്കൊണ്ടുള്ള നിരീശ്വരവാദത്തിന് ആചാര്യൻ പറയുന്നുണ്ട്, തീർച്ചയായും ഈ ജീവിതത്തിൽ ചില ആളുകൾ ലക്കിയാണ്, ചില ആളുകൾ അൺലക്കിയാണ്. ചില ആളുകൾ വേദനയിലും അതുപോലെ തന്നെ പ്രയാസങ്ങളിലും ജനിച്ചു വീഴുന്നു, ചില ആളുകൾ തേർഡ് വേൾഡ് കൺട്രീസിൽ ജനിച്ചു വീഴുന്നു, ചില ആളുകൾ സമ്പന്നതയിലും സുഖലോലുപതയിലും ജനിച്ചു വീഴുന്നു, ചില ആളുകൾ ഹേർട്ടാവുന്നു, ചില ആളുകൾ ലക്കിയാകുന്നു. ഇത്രമാത്രം. എല്ലാവരും ഈ ലോകത്തോടു കൂടി മരിച്ചു തീരുകയും ഇത് പദാർത്ഥത്തിന്റെ ഒരു പുനഃക്രമീകരണം മാത്രമായി ഇത് അവശേഷിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എത്രമാത്രം ഡിപ്രസിംഗ് ആയിട്ടുള്ള, എത്രമാത്രം പ്രതീക്ഷ നഷ്ടപ്പെടുന്ന നിരാശയുടെ കയത്തിലേക്കാണ് ഇത്തരം മതനിഷേധത്തിന്റെ സംസാരങ്ങൾ കൊണ്ടെത്തിക്കുന്നത് എന്നാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞല്ലോ. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ മദ്യത്തിന്റെയും ലഹരിയുടെയും ഒക്കെ ഈ തരത്തിലുള്ള ഉപയോഗത്തിന്റെ തോത് വർദ്ധിക്കാനുള്ള കാരണം ഈ അസ്തിത്വ പ്രതിസന്ധിയാണ്. നെയിലിസം എന്ന് പറയുന്ന ഈ അസ്തിത്വ പ്രതിസന്ധിയിലേക്കാണ് യഥാർത്ഥത്തിൽ മതമില്ലാത്ത മാനവികമെന്ന് സ്വയം അവകാശപ്പെടുന്ന മനുഷ്യർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും അത് നമ്മളെ എത്തിക്കാൻ പോകുന്നത് ഇരുട്ടിലേക്കാണ്, അന്ധകാരത്തിലേക്കാണെന്ന് തിരിച്ചറിഞ്ഞ് മതത്തിന്റെ പ്രസക്തി മനസ്സിലാക്കി പ്രബോധന പ്രവർത്തനങ്ങൾ കർമ്മനിരതമായി ആ സന്ദേശത്തെ മറ്റു മനുഷ്യർക്കിടയിൽ പ്രകടിപ്പിച്ചും പ്രസരിപ്പിച്ചും മുന്നോട്ടു പോകാനുള്ള കരുത്താണ് നമ്മൾ നേടേണ്ടത്. അതിന്റെ എല്ലാം അടിത്തറ ഏകദൈവ വിശ്വാസമാണ് ഇസ്ലാമിന്റെ എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.